പ്രമേഹം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അപ്പോൾ പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നതാണ്, ഡോക്ടറുടെ മരുന്നുകൾ അങ്ങനെയാണോ, പ്രമേഹം മാറ്റിത്തരുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. 3 തരത്തിലുള്ള പ്രമേഹ രോഗികളാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ആദ്യത്തത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അതായത് 30-35 വയസ്സൊക്കെ ഉണ്ടാവും, നല്ല വണ്ണം ഉണ്ടാകും, സ്കിന്നിലൊക്കെ നിറവ്യത്യാസം ഉണ്ടാകും. ഇവർ വണ്ണം കുറയ്ക്കാനായിട്ടാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ലക്ഷണങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും 2-3 വർഷത്തിനുള്ളിൽ ഇവർ പ്രമേഹ രോഗികളാകും എന്നുള്ളത്. പ്രീ ഡയബറ്റിക് ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജീവിതശൈലി ക്രമീകരണം, അതിനോടൊപ്പം തന്നെ ആയുർവേദത്തിലെ ചികിത്സകൾ, മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രമേഹ രോഗ സാധ്യതയെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രമേഹം വന്നതിന് ശേഷം 6 വർഷത്തിനുള്ളിലുള്ള ആളുകൾ. അതൊരു ഗോൾഡൻ ടൈമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും നല്ല വണ്ണം ഉണ്ടാകും, ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ വണ്ണം കുറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം തന്നെ ആയുർവേദ ഉദ്വർത്തനം പോലുള്ള ധാരകൾ പോലുള്ള ചികിത്സകൾ ചെയ്യുന്നതിലൂടെ ഇവരുടെ വണ്ണം കുറഞ്ഞു വരും. അതിന് ആനുപാതികമായിട്ട് ഷുഗർ കൺട്രോളായി വരികയും അതിന് ഒപ്പം തന്നെ മരുന്നുകളുടെ അളവ് കുറച്ചു കൊണ്ടുവന്ന് മരുന്നുകളില്ലാതെ തന്നെ പിന്നീട് ഷുഗർ, പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്നത്. പിന്നീട് ആ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഒരു ഹെൽത്തി വേയിൽ. മൂന്നാമതായിട്ട് വരുന്നത് വർഷങ്ങളായിട്ട് പ്രമേഹ രോഗമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ശരീരം ശോഷിച്ചിട്ടുണ്ടാകും, മസിലുകളുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ശരീരഭാരം, അതായത് നമ്മുടെ മസിലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ, അതുപോലെ തന്നെ ഡയറ്റ് പാറ്റേൺ, അതിനോടൊപ്പം തന്നെ മരുന്നുകളും കുറച്ച് ലോങ് ടൈമിൽ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ളവർക്കും വളരെ എഫക്റ്റീവായിട്ട് ഒരു ഹെൽത്തി വേയിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ചികിത്സകളാണ് ഞാൻ ചെയ്തു വരുന്നത്. ജീവിതകാലം മുഴുവൻ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയല്ല. മരുന്നുകൾ 2-3 മാസം മാക്സിമം കൊടുക്കുക. അതിനുശേഷം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.